യേശുപരാ ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ഉറക്കി ചേർന്ന് പാടാം. സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ. ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. ആരാധ്യൻ യേശുപരാ, ആരാധ്യൻ യേശുപരാ വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. തേജസ്സേഴും നിൻമുഖമെൻ ഹൃദയത്തിനാനന്ദമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഞാൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഉടമ്പടിയും സമയവും തമ്മിലുള്ള ബന്ധമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളത് തന്നെ ധ്യാനിച്ചത്. സമയം നമുക്കറിയാം, ഉടമ്പടി സമയച്ചുരുക്കത്തിൻ്റെ പ്രാർത്ഥനയാണ്. പരിശുദ്ധ അമ്മയും സമയവും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് കൃപാസനത്തിലെ 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 സമയഘടികാരം നെഞ്ചിൽ ചാർത്തി സിൽവർ ഗ്രേയിലെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോഴന്ന് മുതൽ സമയത്തെക്കുറിച്ച് ഈ അൾത്താറയിലെ കർത്താവ് നൽകിയ വെളിപാടുകളെല്ലാം യൂട്യൂബിലുണ്ട്. ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷണത്തിൻ്റെ ഒരു വിഷയമാണ് ദൈവസംരക്ഷണം, ദൈവസ്നേഹം, ദൈവപരിപാലന എല്ലാം ഉറപ്പ് വരുത്തുന്ന ഒരു അടിസ്ഥാന ഘടകമാണ് ഈ സമയം എന്ന് പറയുന്നത്. ഇപ്പം സമയമായില്ല എന്ന് ഈശോ പറയുമ്പോൾ അവൻ പറയണത് പോലെ ചെയ്ത് ആകാത്ത സമയം ആക്കിയെടുക്കാനുള്ള ദൈവത്തിൻ്റെ പരിപാലന മരിയൻ മാധ്യസ്ഥത്തിനെ സ്വാധീനിക്കാവുന്ന രൂപത്തിലേക്ക് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ദൈവം ക്രമീകരിക്കുന്നതായിട്ടാണ് നമുക്ക് അടയാളങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിനെ അത്യാഹിതം, ഒരപമാനം, ഒരസാധാരണമായ ഒരു ജീവിത അവസ്ഥ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന പോലെ നമുക്ക് തോന്നിയാൽ അതിൻ്റെ കാലവും ഈ ദുർഘടത്തിൻ്റെ കാലം നമുക്ക് മരിയൻ മധ്യസ്ഥത്തിലൂടെ ചുരുക്കിക്കൊണ്ടുവരാം. അതിനെ ബൈബിൾ പറയണത്, തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ഈ സമയം ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ആരും രക്ഷപ്പെടുകയില്ലായിരുന്നെന്ന് യേശു പറയുമ്പോൾ അത് വേറെ ഒരു പശ്ചാത്തലത്തിൽ പറയുന്നതാണെങ്കിലും ദൈവം സമയം ചുരുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ബേസ്മെൻ്റ് എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതിയാണ്. ഉറപ്പല്ലേ? അത് ഈശോ പറഞ്ഞ വാക്കാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ദൈവം ഈ സമയം ചുരുക്കിയില്ലായിരുന്നെങ്കിൽ
ആരും രക്ഷപ്പെടത്തില്ലായിരുന്നെന്ന്. എന്തിൻ്റെ സമയമാണ്? ദുരന്തത്തിൻ്റെ സമയം, രോഗത്തിൻ്റെ സമയം, ഭാരത്തിൻ്റെ സമയം. ഇപ്പം രോഗത്തിൻ്റെ സമയം, ഭാരത്തിൻ്റെ സമയം, ജീവിത ക്ലേശങ്ങളുടെ സമയം ചുരുക്കാൻ പറ്റുമെന്നുള്ള സൂചനയാണ് ബൈബിൾ നൽകുന്നത്. അങ്ങനെ ചുരുക്കാൻ പറ്റാതെ വന്നാലോ ആർക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഈ സമയം ചുരുക്കാനുള്ള എളുപ്പവഴി എന്താണ്? മരിയൻ മാധ്യസ്ഥമാണ്. തിരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി എന്ന് പറയുമ്പോൾ അവിടെ വീണ്ടും നമ്മളൊന്നുകൂടി ഹരിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും, അമ്മയുടെ മാധ്യസ്ഥത്തിൽ അണഞ്ഞ ആൾക്കാർക്ക് സമയം ചുരുക്കി കിട്ടുന്നതായിട്ടാണ്. സമയം ആയില്ല എന്ന് പറയുമ്പോൾ അവൻ പറയണത് പോലെ ചെയ്ത് സമയം ആകാത്ത സമയം ആക്കിയെടുക്കാൻ പറ്റും. ഇപ്പം അവൻ പറയണത് പോലെ ചെയ്യുന്നതിനാണ് സുവിശേഷത്തിലെ ഒരുക്കമെന്ന് പറയണത്. ഇത് ഒരുക്കമെന്ന് പറയും. അവൻ പറയുന്ന പോലെ ചെയ്യുന്നതിനാണ് ഒരുക്കമെന്ന് പറയണത്. ഇപ്പം ദൈവം പറയണ പോലെ ചെയ്ത് നമുക്ക് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മളെ തന്നെ ഒരുക്കാൻ പറ്റും. എന്തിനാണ്? അവൻ്റെ അനുഗ്രഹം പ്രാപിച്ച ക്ലേശങ്ങളുടെ സമയം ചുരുക്കിയെടുക്കാൻ. ഇപ്പം ഇത്രയും ടെക്നിക്കലായിട്ടുള്ള പ്രെയറാണ് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി പ്രാർത്ഥന. അതുകൊണ്ട് ആ വിഷയത്തിൽ നിങ്ങൾ കുറച്ചുകൂടി ഈ സമയച്ചുരുക്കം പ്രാപിക്കുന്നത് ഒരുക്കത്തിലൂടെയാണ്. ബൈബിൾ അതിനെ ഒരുക്കമെന്നാണ് വിളിക്കണത്. സമയച്ചുരുക്കം പ്രാപിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരുങ്ങണം. സമയച്ചുരുക്കം പ്രാപിക്കുക. ഈ കാര്യം ഒരുങ്ങാൻ താമസിക്കും തോറും മണവാളനെ മിസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാര്യം കാനായിലെ കല്യാണത്തിൽ ശരിക്കും പറഞ്ഞാലും മണവാളൻ്റെ ശാശ്വതമായ മണവാളൻ്റെ, ഞാൻ പണ്ട് ജാക്ക് മാരിറ്റർ എന്ന് പറഞ്ഞൊരു തിയോളജിയൻ ഉണ്ടായിരുന്നു. അയാൾ ജൂയിഷ് കൺവേർട്ടാണ്. എന്നുവെച്ചാൽ യഹൂദനായിരുന്നു, പിന്നീട് കത്തോലിക്കനായ. അദ്ദേഹം വളരെ ലളിതമായ തിയോളജിയനാണ്. ഞാൻ സെമിനാരി പഠിക്കുന്ന കാലത്ത് ജാക്ക് മാരിറ്റനെയാണ് കുറച്ച് കൂടുതൽ ഫോളോ ചെയ്തത്. കാരണം താത്വിക കാര്യങ്ങളാണെങ്കില്ലാതെ ദൈവശാസ്ത്രത്തെ ശരിക്കും മനുഷ്യൻ്റെ ദ ഗ്രേസ് ആൻഡ് ഹ്യൂമാനിറ്റി ഓഫ് ജീസസ്, ഈ ഹ്യൂമാനിറ്റി ഓഫ് ജീസസ് എൻ്റെ വലിയൊരു പഠന വിഷയമായിരുന്നു. BTHനും ഒക്കെ എടുത്തിരിക്കുന്ന തേസിസ് ഹ്യൂമാനിറ്റി ഓഫ് ജീസസാണ്. ക്രിസ്തുവിൻ്റെ മാനവികത അല്ല മനുഷ്യത്വം. അപ്പോൾ ഈ ക്രിസ്തുവിൻ്റെ മനുഷ്യത്വത്തിൽ എങ്ങനെയാണ് കൃപ വർക്ക് ചെയ്യുന്നത് എന്ന് ജാക്ക് മാരിറ്റനെ പോലെയുള്ള ലളിത ദൈവശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ ദ ബുക്ക് ഓഫ് കാനയുണ്ട്. ഈ കാനയുടെ കല്യാണത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. കാനായിലെ കല്യാണത്തിലെ ദൈവിക മണവാളൻ്റെ പരിവേഷമാണ് അവിടെ യേശുവിനുള്ളത്. അവിടെ സഭ മണവാട്ടിയാണ്. അത് താത്വികമായി നമ്മളിങ്ങനെ മിസ്റ്റിക്കലായിട്ട് പറഞ്ഞാൽ, ഇപ്പം വളരെ കോൺക്രീറ്റ് ഫിസിക്കലായിട്ട് പറയുമ്പോൾ കാനായിലെ വിവാഹ ആഘോഷം നടന്നു. യേശുവിൻ്റെ അമ്മയും അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാരും വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ടിരുന്നു പറയുമ്പോൾ അവിടെ കുടുംബപരമായ ഒരു പെർസ്പെക്റ്റീവാണ്. പക്ഷേ ബേസിക്കായിട്ട് ജാക്ക് മാരിറ്റൻ പറയും, മണവാളിനെ കണ്ടപ്പോൾ മണവാട്ടിയുടെ മുഖം ചുവന്നു പോയെന്ന് പറയും. നാണം കൊണ്ടെന്ന്. അതൊരു മെറ്റഫോറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാര്യം ഈ വെള്ളം ചുവന്ന് വീഞ്ഞാതിന് വേണ്ടി ഇദ്ദേഹം പറയണതാണ്. വെള്ളം കർത്താവിനെ കണ്ടപ്പോൾ ചുവന്ന് വീഞ്ഞായി പോയില്ലേ. അപ്പം ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി, അതായത് ഭൗതിക സഭ, കർത്താവിൻ്റെ മണവാട്ടി, കർത്താവിനെ മണവാളിനെ, സ്വർഗീയ മണവാളിനെ കണ്ടപ്പോൾ നാണം കൊണ്ട് ചുവന്നു പോയെന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു മെറ്റഫോർ ഉപയോഗിച്ചിരിക്കുന്നതാണ്. പക്ഷേ ബേസിക്കായിട്ട് അവിടെ ഒരു മണവാളൻ്റെ പ്രതീകമുണ്ട്. ഈശോ സ്വർഗീയ മണവാളനാണ്. ഈ സ്വർഗീയ മണവാളിനെ വരവേൽക്കുന്നത് ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട പ്രമേയമാണ്. ഈ ഉത്തമഗീതത്തിനൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയും, ഉത്തമഗീതം വായിക്കുമ്പോൾ
ദൈവികമായ മനസ്സില്ലാതെ വായിക്കുന്നവർക്ക് മാനുഷികമായ അപാചയങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം ഉത്തമഗീതത്തിൻ്റെ അലൗകിക പ്രണയഭാവം എന്ന് പറയുന്നത് ഭയങ്കര ദൈവികമാണ്. അപ്പം അവിടെ മണവാളനുണ്ട്, മണവാട്ടിയുണ്ട്. ഇപ്പം മണവാളൻ വന്ന് ഈ മണവാട്ടിയുടെ മണവറയിൽ മുട്ടും. അപ്പോഴേ അവൾ പെട്ടെന്ന് പരിഭ്രമിച്ച് എഴുന്നേക്കും, മണവാളനെ സ്വീകരിക്കാൻ വേണ്ടി എഴുന്നേക്കും. അപ്പോഴേ അവൾ പറയണ അങ്കലാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അങ്കിയെല്ലാം ഞാൻ അഴിച്ചു വെച്ചിരിക്കണമല്ലോ എന്നാണ് പറയണത്. എൻ്റെ അങ്കിയെല്ലാം ഞാൻ അഴിച്ചു വെച്ചിരിക്കണമല്ലോ, ഇശോ ഞാൻ ഇനി എത്ര പെട്ടെന്ന് ധൃതിക്ക് വേണം ഇതൊക്കെ ഉടുക്കാൻ വേണ്ടി. അപ്പോഴേ എൻ്റെ കാല് മണ്ണിൽ ചവിട്ടേണ്ടി വരുമല്ലോ. ഇങ്ങനെ മണവാളൻ്റെ സ്നേഹത്തിനും ഐക്യത്തിനും വലിയ പ്രാധാന്യമില്ലാത്ത ഭൗതികമായ കുറേ കാര്യങ്ങൾ ഇവൾ ആലോചനപ്പെടുത്തുന്നുണ്ട്. ദാറ്റ് ഈസ് നോൺ സെൻസ് എന്നാണ് ബൈബിൾ പറയണത്. അത് ആ ഭാഗം വായിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിൽ തന്ന ഒരു ചിന്താധ്യാനങ്ങളാണ്. അതായത് മണവാളൻ്റെ സ്വരം ഈ മണവറയുടെ വാതായനങ്ങൾ മുട്ടുമ്പോഴേ, ഓടാമ്പലിൻ്റെ കിലുക്കം കേൾക്കുമ്പോൾ, അവൾ എഴുന്നേൽക്കുമ്പോൾ അവൾ പറയുന്ന അങ്കലാപ്പുകൾ പക്ഷേ ബേസിക്കായിട്ട് മണവാളനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല, അത് അവളെ ബാധിക്കുന്ന മാത്രം വിഷയങ്ങളാണ്. എന്താണ്? എൻ്റെ അങ്കി ഞാൻ അഴിച്ചു വെച്ചിരിക്കണം, മണ്ണാങ്കട്ട. മണവാളൻ്റെ മുമ്പിൽ അതൊരു വിഷയമല്ല ശരിക്കും. പിന്നെ എന്താണ്? മീറ പുരട്ടിയ എൻ്റെ പാദങ്ങളിനി മണ്ണിൽ ചവിട്ടേണ്ടി വരുമല്ലോ, അത് അതിനേക്കാൾ മോശമാണ്. ഇവൾ പറയുന്ന രണ്ട് കാര്യങ്ങളും മണവാളിനെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ്. ഇവൾ പിന്നീട് ഈ അങ്കിയെല്ലാം എടുത്ത് പാദരക്ഷകളൊക്കെ അണിഞ്ഞ് മിടുക്കിയായിട്ട് അവൾ മീറ കുറച്ചുകൂടി അവളുടെ സുഗന്ധ തൈലം അവളുടെ പാദങ്ങൾ കയ്യിൽ പുരട്ടി ഓടാമ്പൽ തൊടുമ്പോൾ ആ ഓടാമ്പലിലേക്ക് മീറയുടെ തുള്ളികൾ ഇങ്ങനെ നറുമണത്തോടുകൂടി ഇറ്റ് വീഴുന്ന അതിമാദകമായ മനോഹരമായ കാവ്യഭാവന ഉത്തമഗീതത്തിൻ്റെ മാത്രം സ്വന്തമാണ്. പക്ഷെ തുറന്നു നോക്കുമ്പോൾ എന്നാ പറ്റി? അവൾ ഖിനയായി മാറും. എന്താ? മണവാളൻ പോയി കഴിഞ്ഞു. ഇതാണ് പ്രശ്നം വരുന്നത്. അതായത് നമ്മൾ ഒരു ദൈവവുമായിട്ടുള്ള ഇടപാട്, ഈ മണവാളൻ അവിടെ എല്ലാം ദൈവമല്ലേ. അപ്പോൾ ദൈവത്തിനെ സ്വീകരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വേറെ ഒരുങ്ങാനെടുക്കുന്ന സമയം പലപ്പോഴും അവരെ മാത്രം ബാധിക്കുന്ന വിഷയമാണ്, മണവാളനെ ബാധിക്കുന്ന വിഷയമല്ല. അതാണ് വിഷയം. അത് അവരെ മാത്രം ബാധിക്കുന്ന, അവരുടെ സെക്യൂരിറ്റി, അവരെക്കുറിച്ച് എന്നാ വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് ഉണ്ടാകുന്ന ഒരു ഭൗതികമായ ഒരു പരിങ്ങലുകളെ ഇത് ദൈവസ്നേഹത്തിൻ്റെ എടുക്കുന്ന സമയമാണ്. ഈ ഇവൾ ഒരുങ്ങാനെടുത്ത സമയം കൊണ്ട് മണവാളം പോയി കളയും. അതാണ് നമ്മൾ ഉത്തമഗീതത്തിലെ 3:3 ഇതുള്ളത്. 3:10 അയാൾ ഇവൾ ഒരുങ്ങാനിരിക്കുന്ന സമയം കൊണ്ട് 5-ാം അധ്യായത്തിൽ ശ്രുതികട ഹല്ലേലൂയ യേശുസ്തോത്രം ഹല്ലേലൂയ ഇത് ഉത്തമഗീതത്തിൻ്റെ 5-ാം അധ്യായത്തിൽ 4 മുതലുള്ള തിരുവചനങ്ങളിലെ ഞാനെങ്ങനെ ഇനി മണ്ണിൽ ചവിട്ടും. അതായത് മണവാളനെ ഡയറക്റ്റ് ബാധിക്കാത്ത കുറേ കാര്യങ്ങളെക്കുറിച്ച് അലോസരമാകുന്ന മണവാട്ടിയും അതിനുവേണ്ടി എടുക്കുന്ന സമയം കൊണ്ട് മണവാളൻ കൈമോശം വന്നു പോവുകയും ചെയ്യുന്ന അവസ്ഥ. കാര്യം ഇവിടെ മുഴുവനും പ്രാധാന്യം മണവാളനെയല്ല, ശരിക്കും അവൾക്ക് തന്നെയാണ് പ്രാധാന്യം. ഇതുകൊണ്ടാണ് ഒരുങ്ങാൻ സമയമെടുക്കുന്നത്. ഞാൻ എന്തിങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സമയം ഒരു പ്രശ്നമാണ്. ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്ത് നിങ്ങൾ അനുഗ്രഹത്തെക്കുറിച്ചാണ് നിങ്ങളെ ചിന്തിക്കുന്നത്, അല്ലാതെ മണവാളിനെ സ്വീകരിക്കാൻ വേണ്ടി നിങ്ങൾ എടുക്കുന്ന സമയത്തെക്കുറിച്ച്
ഈ അനുഗ്രഹത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവർക്കാണ് ഈ ഉടമ്പടി സമയമെടുക്കണതൊക്കെ ഇരിക്കും. പറഞ്ഞാൽ നിങ്ങൾ മറ്റ് വിഷയങ്ങൾ, അപ്പോൾ ഇവളെന്താ ഇപ്പം ചിന്തിക്കണത്, 5:10 പറയണത്, ഞാനെങ്ങനെ എൻ്റെ കാലെങ്ങനെ ഇനി മണ്ണിൽ ചവിട്ടും എന്നാ ചോദിക്കണത്. അവളെക്കുറിച്ച് ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ ഓരോ അപ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ച്, മണവാളനെ അപ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ച് മണവാട്ടി ആവശ്യമില്ലാതെ വ്യാപരാധിക്കൊള്ളുന്നു. ഇത് തന്നെയാണ് ഉടമ്പടിയിൽ വരണത്. ഉടമ്പടിയിൽ നമ്മൾ ദൈവത്തിന് അപ്രസക്തമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഉടമ്പടി എടുത്ത ചില ആൾക്കാരെങ്കിലും ചിന്തിക്കുന്നത്. അപ്പം ദൈവത്തിന് പ്രസക്തമായ കാര്യങ്ങളിലേക്ക് വരണം. ഈ ദൈവത്തിന് പ്രസക്തമായ കാര്യം എന്താണ്? സമയത്തെ ചുരുക്കുന്ന. ഇപ്പം സമയം എടുത്തപ്പോൾ തന്നെ മണവാളം പോയില്ലേ? അവൾ കഥക് തുറന്ന് നോക്കിയപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? എൻ്റെ ഹൃദയം ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി എൻ്റെ പ്രിയന് തുറന്നു കൊടുക്കാൻ ഞാൻ എഴുന്നേറ്റു. എൻ്റെ കയ്യിൽ നിന്ന് മീറയും എൻ്റെ വിരലുകളിൽ നിന്ന് മീറത്തുള്ളികളും വാതിൽ കൊളുത്തിലിറ്റ് വീണു. എൻ്റെ പ്രിയനായി ഞാൻ കതക് തുറന്നു, പക്ഷേ അവൻ അപ്പോഴേക്കും പോയി കഴിഞ്ഞിരുന്നു. 5:6. ഇത്രയും കഥകളെല്ലാം പറഞ്ഞ് വാതിൽ തുറന്നു കഴിഞ്ഞപ്പോഴേ ആളെ കാണാനില്ല. ഇത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യന് സംഭവിക്കുന്നത്. നിങ്ങൾ അനുഗ്രഹത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ്. പക്ഷെ അവൻ പറയണത് പോലെ ചെയ്യുക. ആ ചെയ്യുന്ന വിഷയങ്ങൾക്കെല്ലാം കാലതാമസം വരും. അത് പത്രമല്ലേ, കൊടുത്താൽ മതിയല്ലോ. പത്രം ചീഞ്ഞൊന്നും പോകത്തില്ലല്ലോ. കൃപാസന പത്രം വാങ്ങിച്ച് കൊണ്ട് വീട്ടിൽ വെച്ചിരിക്കുകയാണ്. പക്ഷേ പ്രവർത്തനമാണ്. ചില ആൾക്കാർ ജവമാല ചെല്ലിയിട്ടാണ് പത്രം കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോതമംഗലത്തെ ഒരു ടീച്ചറിൻ്റെ സാക്ഷ്യം, ഒരു വല്ലാത്ത സാക്ഷ്യം എന്നും പറഞ്ഞ് കൃപാസനത്തിൻ്റെ യൂട്യൂബിലുണ്ടത്. ആ ടീച്ചറിൻ്റെ ആ പ്രവർത്തനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ദൈവം ഇറങ്ങി വരും. എന്നുവെച്ചാൽ അത്രയും അച്ചിട്ട പോലെ വിശ്വസിക്കുകയും, ആ വിശ്വസിക്കുന്ന അങ്ങനെ വിശ്വസിക്കുന്ന സംബന്ധിച്ചിടത്തോളം ഒരു ഗൂഗിൾ മീറ്റ് മാത്രം മതി. ഉടമ്പടി ഇരിക്കുന്ന ആൾക്കാരുടെ അവർ ഗൂഗിൾ മീറ്റ് വന്നപ്പോൾ ഞാൻ ഒന്നും പ്രാർത്ഥിച്ചില്ല അവരോട്. അവർ പറഞ്ഞവർ അവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളും പറയുമ്പോഴും അവരെന്നോട് പറയും, അച്ഛാ 5 അനുഗ്രഹങ്ങൾ ലഭിച്ചു, പക്ഷേ ഗൂഗിൾ മീറ്റിൽ പറയണതാണ്. പക്ഷേ എൻ്റെ ആ വേരിക്കോസ് ഇല്ലേ അച്ഛാ, അതിപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഒരു പപ്പട വട്ടം ഉണ്ടെന്ന് പറഞ്ഞു. വേരിക്കോസൊക്കെ ഒരു പപ്പട വട്ടം ഉണ്ടെങ്കിൽ, വേരിക്കോസ് ചെറുതായിട്ടൊന്ന് പൊട്ടിയാൽ തന്നെ ബ്ലഡ് വന്നുകൊണ്ടിരിക്കും. അതൊരു പപ്പട വട്ടത്തിലുണ്ടെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ ഞാൻ അവരോട് പ്രാർത്ഥന ആവശ്യങ്ങളെല്ലാം പറഞ്ഞ് ഇങ്ങനെ ഓരോരോ പ്രാർത്ഥന ഘടകങ്ങളിലൂടെ ഞാൻ അവരെ പ്രാർത്ഥിക്കുകയല്ല ചെയ്തത്. ഞാൻ അവരോട് പറഞ്ഞു, ടീച്ചറെ വിഷമിക്കേണ്ട, ടീച്ചർ സുഖപ്പെടും, അത്രയേ ഉള്ളൂ. ഒരു ഭാവുകം മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കുറഞ്ഞ് പറഞ്ഞിട്ടുള്ളൊരു പ്രാർത്ഥനയാണത്. ഏറ്റവും കുറച്ച് പറഞ്ഞിട്ടുള്ള, ടീച്ചറെ വിഷമിക്കേണ്ട, ടീച്ചർ സുഖപ്പെടും. ഒരു ഭാവുകമാണ്. അത് എങ്ങനെ കൊടുക്കണം? ഓൺലൈനിൽ കൊടുക്കുന്നൊരു ഭാവുകമാണ്. ആ ഭാവുകം എങ്ങനെയാണ് പ്രാർത്ഥനയായിട്ട് ഈശോ സ്വീകരിക്കണത്? 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ എത്രയോ 5-6 വർഷം നിന്ന് ആ പപ്പടം പോലെ ഇരിക്കുന്ന വേരിക്കോസ് കരിഞ്ഞുപോയി. ഒരു ഭാവുകത്തിൽ എങ്ങനെയാണ് ഇത് കരിഞ്ഞു പോണത്? അതിന് കാരണമുണ്ട്. ടീച്ചറിനും എനിക്കും തമ്മിലൊരു കാരണമുണ്ട്. കാരണം ഞാൻ ഈ ഭാവുകങ്ങൾ പറയുമ്പോഴേ അത് എൻ്റെ കർത്താവിനെ നെഞ്ചിൽ കണ്ടിട്ടാണ് ഞാൻ പറയണത്. ആ ടീച്ചർ ആ ഭാവുകം സ്വീകരിക്കണില്ലേ, അവരും കർത്താവിനെ നെഞ്ചിൽ കണ്ടിട്ടാണ് പറയണത്. കാര്യം ഞങ്ങളുടെ 2 പേരുടെ ഭാവുകം നേർന്ന എൻ്റെയും അത് സ്വീകരിച്ച ടീച്ചറിൻ്റെയും മനസ്സിലെ കർത്താവാണുള്ളത്. അങ്ങനെ ഉടമ്പടി ചെയ്യുന്ന വ്യക്തികളുടെ ഉള്ളിലും മണവാളനാണ് ഉള്ളെങ്കിൽ പിന്നെ സമയമെടുക്കത്തില്ല. ഈശോ ഇനി പത്രം കൊണ്ട് കൊടുക്കണമല്ല. ഇപ്പം അവൾ പറഞ്ഞു കേട്ടില്ലേ, 5:3 എന്താ അവൾ പറയണത്? അയ്യോ എൻ്റെ കാലിന് മണ്ണിൽ ചവിട്ടണമല്ല എന്ന് പറയണില്ലേ. ഇതാണ് പ്രശ്നം. ഇവിടുത്തെ ഉടമ്പടി പ്രശ്നം. ഇപ്പം 5:3 ഞാൻ എൻ്റെ അങ്കി ഉരിഞ്ഞ് കളഞ്ഞു. ഉത്തമഗീതം 5:3 ഞാൻ എൻ്റെ അങ്കി ഉരിഞ്ഞ് കളഞ്ഞു. ഞാനത് എങ്ങനെയാണ്? ഈ വല്ല കഥയുള്ള കാര്യമാണോ?
അത്യാവശ്യം നൈറ്റ് ഡ്രസ് ഇട്ട് കിടക്കുകയാണ്. ആഡംബരത്തോട് വരേണ്ട ഒരു കഥയും ഇല്ലത്തില്ല. ഞാനിനി അതെങ്ങനെ അണിയോ? ഞാൻ എൻ്റെ പാദങ്ങൾ കഴുകി പോരെ. കുറേ ഉടങ്കലി കാര്യങ്ങളിലൂടെ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ പാദങ്ങൾ കഴുകി, ഞാനിനി എങ്ങനെ മണ്ണിൽ ചവിട്ടും? ഇങ്ങനെ ഓരോ അപ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞ് ഇവൾ സമയമെടുക്കുകയാണ്. ഓടാമ്പൽ തുറക്കാൻ വേണ്ടി, മഴവാളിനെ കാണാൻ വേണ്ടി അപ്രസക്തമായ കാര്യങ്ങൾ പറഞ്ഞ് അതെങ്ങനെ ചെയ്യും, ഇതെങ്ങനെ ചെയ്യും, ഈശോ എന്നൊക്കെ പറഞ്ഞിരുന്ന അവസാനം തുറന്നപ്പോൾ മണവാളിനെ കാണാനില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ബൈബിളിൽ ഏറ്റവും സുന്ദരമായൊരു ഭാഗമാണിത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നെ കാണിച്ച സൂചനയാണിത്. ഞാൻ പിന്നെ പോയി മുറി പോയി വചനം എടുത്ത് വായിച്ചപ്പോഴാണ് ഇത്രയും വലിയ വെടിക്കെട്ട് ഇതിൻ്റെതുള്ള കാര്യം അറിയണത്. എന്നാ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ കൃപാസനം പത്രം എടുത്ത് കൊടുത്താൽ വല്ലവരും കാണുമോ? വല്ലവരും കണ്ടാൽ എന്ത് ചെയ്യും? ഇനി ഇതിൻ്റെ അകത്ത് കൊറോണ ഉണ്ടായില്ലെന്ന് അവർ ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? ഇങ്ങനെ കുറേ ഞങ്ങളിതെല്ലാം സ്റ്റെറിലൈസ് ചെയ്തിട്ടാണെങ്കിൽ തരണത്, സാനിറ്റൈസ് ചെയ്തിട്ടാണ് തരണത്, എവരിത്തിങ് കൂടുവരെ. ഇത്രമാത്രം മനുഷ്യരാണ്. ഈ 2 ദിവസം കൃപാസനം കഴിഞ്ഞ ആഴ്ച 2 പ്രാവശ്യം തുറന്നപ്പോൾ തന്നെ 2 ദിവസം തുറന്നപ്പോൾ തന്നെ 100 കണക്കിന് മനുഷ്യരല്ലേ വന്നത്. ഇപ്പം തന്നെ എനിക്ക് സങ്കടം തോന്നി. കാര്യം ഇപ്പം ഈ ഞങ്ങളുടെ ഈ വാർഡ് കിഴക്ക് വശത്ത്, കൃപാസനത്തിൻ്റെ കിഴക്ക് വശത്ത് 10-50 പേർക്ക് കുറവാണ്. കളക്ടർ, കൃപാസനം ഉൾപ്പെടെയുള്ള വാർഡ് ഇത് ലോക്ക്ഡൗൺ ആക്കിയിരിക്കുകയാണ്. പക്ഷേ മിക്കവാറും ഒരു ആഗസ്റ്റ് കഴിയുമ്പോൾ ഇതിന് റിലീസിങ് ഉണ്ടാവും. ഇപ്പം തന്നെ ഉടമ്പടിയുടെ നമ്പർ തന്നെ ഞങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട്, ഉടമ്പടി ബുക്ക് ചെയ്യേണ്ട നമ്പർ. അപ്പം ഒരു ദിവസം 100 കണക്കിന് മനുഷ്യരെ വിളിച്ച് ഉടമ്പടി ബുക്ക് ചെയ്യണത്. പക്ഷേ ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. സത്യമായി പ്രാർത്ഥനയിലെ നിങ്ങളെടുക്കണ കാലവിളംബം, നമ്മളൊരു വിഷയം ഇപ്പോൾ ഒരുങ്ങാൻ, ഇപ്പോൾ പത്രം അവിടെ ഇരിക്കുകയാണ്, അതിപ്പോൾ അടുത്ത ആഴ്ച കൊടുത്താലും കുഴപ്പമില്ല, പത്രം ചീഞ്ഞ പോത്തൊന്നും ഇല്ലല്ല എന്നും പറഞ്ഞൊരു ചേടത്തിരുന്ന് യു ആർ ടേക്കിംഗ് ടൈം. നിങ്ങൾ ടൈം എടുക്കുകയാണ് അതിനെ. നിങ്ങൾ ചെയ്യുമായിരിക്കും, നാളെ മനോഹരമായി ചെയ്യും. ചിലപ്പോൾ എൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ, അല്ലെങ്കിൽ ഓണം മാറട്ടെ, ഭയങ്കര തിരക്കായിരിക്കും പുറത്തിറങ്ങിയ, ഓണം മാറട്ടെ, ഓണം കഴിഞ്ഞിട്ട് കൊടുക്കാം. ഇങ്ങനെ നീക്കി വെച്ചിരുന്നാൽ ഇത് ദൈവത്തിന് പ്രസക്തമല്ലാത്ത രീതിയിൽ നമ്മുടെ സേഫ്നെസ് നോക്കിക്കൊണ്ട് നമ്മൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് സമയമെടുത്താൽ യു വിൽ മിസ് ദ ബ്രൈഡ് ഗ്രൂം. നിങ്ങൾക്ക് മണവാളനെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാര്യം ഒരുങ്ങി നിൽക്കണം, ഇതിന് ഒരുങ്ങി നിൽക്കണം. ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നവരെ ഒരുങ്ങാൻ സമയമെടുത്ത പ്രശ്നമാണ്. ഇപ്പം വേറെ കന്യകമാരുടെ ഉപമ പറയുമ്പോഴും ഈശോ എന്നാ പറയണത്? ഒരുങ്ങി നിന്നിരുന്നവരെ മുൻകൂട്ടി ഒരുങ്ങി നിന്നിരുന്നവർ അകത്ത് പ്രവേശിച്ച് കഥക് അടച്ചു. തീർന്നില്ല. അവിടെ മണവാളനാണ് വിഷയം. ഇപ്പം നമ്മൾ മത്തായി ശ്ലീഹായുടെ സുവിശേഷമല്ലേ അല്ലേ, 25-ാം അധ്യായം 10-ാം വാക്യം. അത് വായിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരുങ്ങി നിന്നിരുന്നവരെ, മണവാളൻ വന്നപ്പോൾ ഒരുങ്ങി നിന്നിരുന്നവരെ മണവാളിനൊപ്പം അകത്ത് പ്രവേശിച്ച് വാതിലും അടക്കപ്പെട്ടു. ടൈമാണത്. ഇനി ഒരുക്കമെടുത്ത് വന്നിരിക്കുന്ന മറ്റേ കന്യകമാർ വന്നപ്പോൾ വാതിലടച്ചുപോയി. ടൈമാണ് അവിടുത്തെ പ്രശ്നം. അപ്പം സ്റ്റാൻഡ് ബൈ എന്ന് പറയുന്നത് നിസ്സാര വിഷയമല്ല, ഉത്തമഗീതത്തിൽ മാത്രം വിഷയമല്ല. നിങ്ങൾ ബേസിക്കായിട്ട് എപ്പോഴും ഇങ്ങനെ ഒരുക്കത്തിലായിരിക്കണം. നാളെ ആകാം, നാളെ കുമ്പസാരിക്കാം. ഇന്നവിടെ ചെന്നപ്പോൾ അച്ഛനെ കണ്ടില്ല, ഞാൻ നോക്കിയായിരുന്നു. അവിടെ ചെന്നപ്പോൾ അച്ഛനെ കണ്ടില്ല. അപ്പോൾ അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു നാളെ വരാൻ പറഞ്ഞു. പിന്നെ അച്ഛനെ കണ്ടപ്പോൾ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു അടുത്ത ആഴ്ച ചെയ്യാം. തിടുക്കമുണ്ടോ? കുമ്പസാരിക്കാൻ തിടുക്കമുണ്ടോ? എന്നുവെച്ചാൽ നിങ്ങൾ കുമ്പസാരിച്ച് കഴിഞ്ഞ് ഉടനെ മരിക്കാൻ പോകണമെന്നാണ് അച്ഛൻ ചോദിച്ചത്. കാര്യം ഇപ്പോഴത്തെ അവസ്ഥ അതാണല്ല. അപ്പം അച്ഛൻ ചോദിച്ചു, അച്ഛാ ഒന്ന് കുമ്പസാരിക്കണമല്ല. അപ്പോൾ ഉടനെ അച്ഛൻ ചോദിക്കും, കുമ്പസാരിക്കാൻ തിടുക്കമുണ്ടോ? ഞായറാഴ്ചയായാലും കുഴപ്പമുണ്ടോ? എന്നാൽ ശരി. തിടുക്കമുണ്ടെന്ന് അച്ഛൻ ചോദിക്കണതും എന്നാൽ ശരിയെന്ന് നിങ്ങൾ പറയണതും പണി മേടിക്കുന്ന വർത്തമാനങ്ങളാണ്. എന്താ കാര്യം? ടൈമിൻ്റെ പ്രശ്നമാണ്. മാനസാന്തരമല്ല മക്കളെ വിഷയം. മാനസാന്തരം എടുക്കുന്ന സമയമാണ് പ്രശ്നം. കാര്യം സമയം എന്താ?
ഇത്രയും സമയത്തെ ലക്ഷ്യം എന്താണ്? മണവാളനാണ്. ദൈവവുമായിട്ട് ഐക്യപ്പെടുകയാണ്. അതിപ്പോൾ നാളെ മതിയെന്നാണ് അച്ഛൻ ചോദിക്കണത്. അപ്പോൾ അച്ഛനല്ലേ ഇപ്പം ഇങ്ങനെ ചോദിക്കണം, അപ്പോൾ ഞാനെന്ത് പറയാനാ? ദൈവവുമായിട്ട് ഞാൻ ഐക്യപ്പെടുകയാണ്. അപ്പം അച്ഛൻ ചോദിക്കണത് എന്താണ്? നാളെ മതി, അടുത്ത ആഴ്ച മതിയോ എന്ന്. ദൈവമായിട്ട് ഐക്യപ്പെടാനേ അടുത്ത ആഴ്ച മതിയോ എന്ന് അഭിഷിക്തം ചോദിക്കുകയും. എടാ അച്ഛനിങ്ങനെ ചോദിച്ചാൽ പിന്നെ ഞാനെന്ത് ചെയ്യാനാണ്? അപ്പോൾ ഞാനും പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അച്ഛനും വിശ്വാസിയും കൂടി കർത്താവിന് വേണ്ടി പണി കൊടുത്ത പോലെ ഈ സംഭവം. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളെ പെട്ടെന്ന് വിവേചിക്കാൻ കഴിയണം. കാര്യം ടൈമാണിത്. ഒരുങ്ങി നിന്നിരുന്നവർ, അതാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 25:10. ഒരുങ്ങി നിന്നിരുന്നവർ. അപ്പം നാളെ നിങ്ങൾ ഒരുങ്ങി വരുമായിരിക്കും, ഒരു കഥയുമില്ല. നാളെ നിങ്ങൾ അച്ഛൻ്റെ അടുത്ത് മെത്താൻ്റെ അടുത്ത് കുമ്പസാരിക്കുകയും ചിലപ്പോൾ പ്രായശ്ചിത്തമായിട്ട് ഇടയിലൊക്കെ ഈ കുരിശില്ലേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ചെറിയ പ്രതിഷ്ഠയൊക്കെ ഇടയിലെ കുരിശെന്നാണ് പറയണത്. അതായത് വലിയ കുരിശിനും ചെറിയ കുരിശിനും ഇടയ്ക്കുള്ള, അവിടെ നിന്നാണ് ഈ നിരങ്ങ് നേർച്ചയൊക്കെ തുടങ്ങണത്, നടുക്കുള്ള കുരിശിൽ നിന്ന്. അപ്പോൾ നാളെ നിങ്ങൾ ചിലപ്പോൾ ഇടയിലെ കുരിശിൽ നിന്ന് ചിലപ്പോൾ നിരങ്ങി വരുമായിരിക്കും. പക്ഷേ പള്ളിവാതിൽ അടച്ചിട്ട് പിന്നെ നിരങ്ങി വന്നിട്ട് എന്ത് കാര്യം? ഉരുണ്ട് വന്നിട്ട് എന്ത് കാര്യം? ടൈമാണ് പ്രശ്നം. അതുകൊണ്ട് പ്രഭാഷകൻ പറഞ്ഞാൽ എന്താ? നാളെ എന്ന് നീക്കി വെക്കാൻ മനുഷ്യന് ഒരു സാധാരണ ഒരു പ്രവണതയുണ്ട്. ഈ പ്രവണതയാണ് നമ്മളുടെ വിഷയങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് ഇന്ന് ഇപ്പം അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താണ്? പരിശുദ്ധ മറിയ തമ്പുരാൻ്റെ അമ്മ ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത്. ഇപ്പം നൗ എന്ന് പറയുന്നൊരു വിഷയമാണ്. ഇന്ന് സമയത്തെ ചുരുക്കണമെങ്കിൽ ആ സമയത്തെ ചുരുക്കുന്ന കണ്ടൻറ്റുകളുണ്ട്. അതിലൊന്നാണ് ഒരുക്കം. ആ ഒരുക്കത്തിന് സമയമെടുക്കരുത്. അതിപ്പം തന്നെ ആയിരിക്കണം. ഉടമ്പടി ചെയ്താൽ 24 മണിക്കൂറിനുള്ളിൽ എന്നാണ് ഞാൻ പറയണത്. നിങ്ങൾ കുമ്പസാരിച്ച് കറക്റ്റ് കാരുണ്യ പ്രവർത്തികൾ ചെയ്ത്, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്ത് ഫെറ്റാടിക്കണം. അപ്പോൾ നമുക്കറിയാം സമയമാണ് എൻ്റെ വിഷയം. നിങ്ങൾ ലേസി ആണോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മടിയുണ്ടോ നിങ്ങൾക്ക് എന്നറിയേണ്ടത് എന്താണ്? സമയത്തിലൂടെയാണ് അതുണ്ടാകുക. എഴുതി കാണിച്ചുകൊണ്ടോ? പ്രഭാഷകൻ 5:7 കർത്താവിലേക്ക് തിരിയുവാൻ വൈകരുത്, നാളെ എന്ന് നീട്ടി വെക്കരുത്. ദാറ്റ്സ് എ പോയിന്റ്. ഇതാണ് വിഷയം. അതായത് നിങ്ങളെ കർത്താവിലേക്ക് തിരിയുന്നതിന് എടുക്കുന്ന സമയം. ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവേ ഞാനും അങ്ങുമായി ഉടമ്പടി ചെയ്യുമ്പോഴേ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഉടമ്പടിയുടെ ലക്ഷ്യം ദിവ്യം മണവാളനായ അങ്ങ് തന്നെയാണ്. അല്ലാതെ എൻ്റെ ജീവിത പ്രശ്നങ്ങൾ അല്ല, എൻ്റെ ഭൗതികമായ പരാധീനതകള് അല്ല എന്ന് എന്നെ തിരിച്ചറിയിച്ചുകൊണ്ട് എന്നെ അങ്ങിലേക്ക് സമയ വിളംബമില്ലാതെ ഐക്യപ്പെടുത്തണമേ. മനോഹരമായ ഒരു ഗാനമാണ് ഇന്നലെ ഇവിടുത്തെ അസിസ്റ്റൻ്റ് അച്ഛൻ, നമ്മുടെ അലക്സാണ്ടർ അച്ഛനാണ് ഈ പാട്ട് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇത് ഞങ്ങളിരുന്ന് ജസ്റ്റ് ഒന്ന് മുകളിൽ നോക്കിയപ്പോൾ തന്നെ ഇതിനൊരു അഭിഷേകമുണ്ട്. ദേശവും അമ്പിളിയും പാടിയപ്പോൾ അതിനേക്കാൾ കൂടുതൽ അഭിഷേകമായി. അപ്പം നമ്മൾ ഈ പാട്ട് ഇനി അങ്ങോട്ട് തുടർന്ന് പാടുകയാണ്. അതുകൊണ്ട് പാടുമ്പോൾ പ്രാർത്ഥിച്ച് പാടണം. നിങ്ങളെ കർത്താവ് അവിടുത്തെ അനന്തമയമായി, നമുക്കറിയാം ഇന്നത്തെ ടോക്ക് പോകുന്ന ലെവൽ കണ്ടില്ലേ? വിഷയമല്ല പ്രശ്നം, വ്യക്തിയാണ് പ്രശ്നം. അപ്പോൾ അവൾ പറഞ്ഞില്ലേ, അവളെന്താ പറഞ്ഞത്? ഞാൻ വലിയ മണവാട്ടിയാണ്, പക്ഷേ എന്നാ പറ്റി? ഞാൻ എൻ്റെ കാലെങ്ങനെയും മണ്ണി ചവിട്ടുമോ എന്നാണ് ചോദിക്കണേ. ഞാനാണ് മണവാട്ടരെങ്കിൽ കഥ തുറന്നിട്ടൊരു അടിയും കൊടുത്തത് അവക്കിട്ട്. കാരണം ഇതൊന്നും അല്ല പ്രശ്നം. അവിടുത്തെ ഫസ്റ്റ് പ്രിഫറൻസ് ആരാണ്? മണവാളനാണ് വിഷയം. അല്ല അവളുടെ കാര്യം മണ്ണി ചവിട്ടണമല്ല പ്രശ്നം. നമ്മളുടെ ഒരു പ്രശ്നങ്ങളും അല്ല അവിടെ. ദൈവത്തെ സ്നേഹിക്കാൻ വന്നാൽ അവർ പ്രൈമറി റെഫറൻസ്, ഫസ്റ്റ് റെഫറൻസ്, ഇമ്മീഡിയറ്റ് റെഫറൻസ് ഈസ് അവർ ഗോഡ്, നമ്മുടെ ദൈവമാണ്. പ്രാർത്ഥിക്കുക, ദൈവമേ അങ്ങും ഞാനുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോഴേ കർത്താവേ പല വിഷയങ്ങള് എന്നെ അങ്ങിൽ നിന്ന് അകറ്റുകയോ
ഐക്യപ്പെടുന്നതിന് സമയം എടുക്കുകയോ അങ്ങനെ വേസ്റ്റായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ വേവലാതി കൊള്ളുകയോ ചെയ്തിട്ടുണ്ട്. ആത്മാവേ, പരിശുദ്ധാത്മാവേ, യേശുവിന്റെ ആത്മാവേ, ബോധതലങ്ങളിലെ അഭിഷേകം ചെയ്തുകൊണ്ട് എന്നെ കാലവിളവെന്നിയെ അങ്ങുമായി ഐക്യപ്പെടുത്തണമേ. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് നമുക്കറിയാം, ഉടമ്പടി എന്താണ്? അത് ബൈലാറ്ററൽ എഗ്രിമെൻ്റ് ആണ്, ഉഭയകക്ഷിയാണ്. നമ്മുടെ വിഷയത്തെക്കാൾ ഉപരി വ്യക്തിക്കാണ് അവിടെ പ്രാധാന്യം. ഉടമ്പടിയല്ലേ, എഗ്രിമെൻറ്റ്, കവനൻറ്റ്. അതെന്താണ്? ഒരു ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ഐക്യപ്പെടാനും ദൈവത്തിൻ്റെ എന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ ജീവിതത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് എത്രയും വേഗം ഇടപെടാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനാ പദ്ധതിയാണത്. പ്രാർത്ഥനാ പദ്ധതി, അത്രയും സുന്ദരമായൊരു പ്രാർത്ഥനാ പദ്ധതി കർത്താവ് നമുക്ക് ദാനമായി നൽകിയത് ശരിക്കും അമ്മയുടെ അപ്പാരിഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അമ്മ ആഗ്രഹിക്കുന്നൊരു കൃപാപര പദ്ധതി കൃപാസനത്തിൽ ഞങ്ങളുടെ കുടുംബത്തിൽ നിറവേറാൻ ഇടയാക്കണമേ എന്ന് അപ്പാരിഷനെ ആധാരപ്പെടുത്തിക്കൊണ്ട് 2014 പ്രാർത്ഥന ഉണ്ടായിരുന്നു. വെറും 1 മിനിറ്റ് പ്രയർ. ആ അമ്മ ആഗ്രഹിക്കുന്ന കൃപാവര പദ്ധതി ഞങ്ങൾ 6 മാസം ആ പ്രാർത്ഥന നടത്തിയപ്പോഴാണ് അമ്മ ഉടമ്പടി തന്നത്. അയ്യോ, ഉടമ്പടിയിലൂടെ പിന്നെ വന്നത് എന്താണ്? 10,000 ലക്ഷങ്ങളല്ലേ കർത്താവിൽ വിശുദ്ധീകരിക്കുകയും വചനത്തെ വളരുകയും സുവിശേഷത്തിൻ്റെ സാക്ഷിയായി മാറുകയും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. നൽകണമേ, വചനം നൽകണമേ. അനേകായിരം മക്കളെന്ന് ഓൺലൈനായി പ്രാർത്ഥന കൊടുക്കൊണ്ടിരിക്കുന്ന കർത്താവേ, അവരെ സ്പർശിക്കണമേ, അവരുടെ കുടുംബങ്ങളെ സ്പർശിക്കണമേ, അവരുടെ കണ്ണുനീരെ സ്പർശിക്കണമേ, അവരുടെ രോഗങ്ങളെ സ്പർശിക്കണമേ, അവരുടെ ജീവിത അവസ്ഥകളെ സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള് മാറിപ്പോകട്ടെ. പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, ഇന്നത്തെ ഉടമ്പടി ധ്യാനത്തിൻ്റെ കാതലെന്ന് പറയുന്നത് ഉടമ്പടിയുടെ മർമ്മ അല്ലെങ്കിൽ ബേസിക് റെഫറൻസ് എന്താണ്? അടിസ്ഥാനപരമായ പരിഗണന. ബേസിക് റെഫറൻസ് എന്താണ്? നോട്ട് ദ സബ്ജക്റ്റ്, വിഷയമല്ല. പിന്നെന്താണ്? വ്യക്തിയാണ്. ആരാണ് വ്യക്തി? സ്വർഗീയ മണവാളനായ യേശു ക്രിസ്തുവുമായി നമ്മൾ ഉടമ്പടി ചെയ്യണത്. ആര് വഴി? പരിശുദ്ധ അമ്മ വഴി. അതുകൊണ്ടാണ് ഇതിനെ മരിയൻ ഉടമ്പടി എന്ന് വിളിക്കണത്. മരിയൻ ഉടമ്പടി എന്ന് വിളിക്കാൻ കാരണം അതാണ്. എന്താണ്? പരിശുദ്ധ അമ്മയാണ് ഇതിൻ്റെ മാധ്യസ്ഥയും സാക്ഷിയും. അതുകൊണ്ടാണ് അമ്മയുടെ തിരുസന്നിധിയിൽ നമ്മൾ ഉടമ്പടി ചെയ്യണത്. പക്ഷെ ഉടമ്പടി ചെയ്യണത് ആരുമായിട്ടാണ്? ക്രിസ്തുവുമായിട്ടാണ്. എന്താണ് ഉടമ്പടി ചെയ്യണത്? അവൻ പറയണത് പോലെ ജീവിച്ചു കൊള്ളാമെന്നാണ് ഉടമ്പടി ചെയ്യണത്. അപ്പോഴെന്താ സംഭവിക്കണത്? സമയച്ചുരുക്കം സംഭവിക്കുന്നു. ആകാത്ത സമയം, അനുഗ്രഹത്തിൻ്റെ സമയം, കർത്താവിൻ്റെ തിരുസന്നിധി കർത്താവ് സമയത്തെ ക്രമീകരിച്ച് നമുക്ക് അനുകൂലമാക്കി മാറ്റിത്തരുന്നു. എൻ്റെ മക്കളെ, എന്താണ് അച്ഛൻ പറഞ്ഞു വെച്ചാൽ, വിഷയത്തിന് ഒരു പ്രാധാന്യവുമില്ല. ഇപ്പം നിങ്ങൾ സഹനം, ഇപ്പം നമ്മൾ മാതാവിനെക്കുറിച്ച് പണ്ട് മുതലേയൊക്കെ നമ്മൾ കേൾക്കുന്നത്, അമ്മ ഒത്തിരി പരിശുദ്ധ മാതാവിനെക്കുറിച്ച് ഒരു 10 വാക്ക് പറയാൻ വേണ്ടി പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള 160 കോടി ക്രിസ്ത്യാനികളും പറയും അമ്മ കുറേ സഹിച്ചിട്ടുണ്ടെന്ന് പറയും. ആണ് സത്യം. ഇപ്പോൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് നിങ്ങൾ ഒരു 10 വാക്ക് പറയാൻ പറഞ്ഞാൽ, 10 വരി പറയാൻ പറഞ്ഞാൽ ഉടനെ പറയാൻ എന്താണ്? അമ്മ കുറേ സഹിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോഴേ ഞാനാണ് ആ ഉപന്യാസം നോക്കണമെങ്കിൽ ഞാനുടനെ ബ്രാക്കറ്റിൽ എഴുതും മണ്ണാങ്കട്ട എന്ന് എഴുതി പോകും.
എന്താ കാര്യം? ഒരു കഥയുമില്ലെന്ന് അമ്മയുടെ സഹനത്തിന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താ അച്ഛൻ ഇങ്ങനെ പറയണ? അമ്മ സഹിച്ചില്ലേ? കുരിശിൻ്റെ ചുവട് തൊട്ട് പുൽക്കൂട് തൊട്ട് പുൽക്കുന്നം നൊമ്പരം കുരിശോളം കൂട്ടായി വന്നു. ദാറ്റ്സ് ഓക്കെ, പാടുമ്പോൾ നല്ല സുഖമാണ്. പക്ഷേ നിങ്ങളെൻ്റെ സത്യം മനസ്സിലാക്കണം, സഹനമല്ല കഥ. അമ്മ സഹിച്ചു എന്നുള്ളതല്ല വിഷയം. ദ കോസ് ഓഫ് സഫറിങ് എന്താണ്? അമ്മയെ സഹിച്ചു എന്നുള്ളതല്ല, അമ്മ എന്തിനു വേണ്ടി സഹിച്ചു എന്നുള്ളതാണ് പ്രശ്നം. ആരെ പ്രതി സഹിച്ചു? നിങ്ങൾക്കറിയാമല്ലോ, 2 ചോദ്യങ്ങളാണ്. മരിയൻ സഫറിങ്സ് എന്തുകൊണ്ടാണ് ഗ്രേസ്ഫുൾ ആകണത്? എന്തുകൊണ്ടാണ്? 2 ചോദ്യങ്ങളാണ്. ഒന്ന്, അമ്മ എന്തിനു വേണ്ടി സഹിച്ചു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അമ്മ ആരെ പ്രതി സഹിച്ചു? ഈ 2 ചോദ്യങ്ങളാണ്. ഈ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ മരിയൻ സഫറിങ് ലോകോത്തരമായ ഒരു സഫറിങ് ആയിട്ട് മാറത്തുള്ളൂ. അല്ലെങ്കിൽ ഇതിന് വലിയ വിലയൊന്നുമില്ല. എന്താ കാര്യം? എത്രയോ അഭയാർത്ഥികളാണ് വഴിയരികി പ്രസവിക്കണത്. അതിന് പുൽക്കൂട്ടിൽ പ്രസവിച്ചെന്ന് പറഞ്ഞിട്ട് വലിയ കഥയൊന്നുമില്ല. നത്തിങ്. ഈ അഭയാർത്ഥികളുടെ കാലമല്ലേ ഇത്? എത്രയോ അഭയാർത്ഥികളൊക്കെ ഉള്ള ആൾക്കാർ ബസ്സേ വരെ പ്രസവിക്കണം. അപ്പം അത് കഥയില്ല. കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അങ്ങനെ വലിയ ആനക്കാര്യമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഓരോ കൊലമരത്തിൻ്റെ ചുവട്ടിലൊക്കെ അവിടെ അമ്മമാർ ഈ ആൾക്കാരൊക്കെ പ്രതികളെ തൂക്കിക്കൊല്ലുമ്പോഴില്ലേ, അവസാന കാഴ്ച കാണാൻ വേണ്ടിയൊക്കെ പ്രതികൾ എന്നെ അടുത്താണ് അമ്മയുടെ തേവനത്. ഒരാളെ തൂക്കിക്കൊല്ലുമ്പോൾ അയാളെ നിങ്ങൾക്ക് അന്ത്യമായിട്ട് വല്ല അഭിലാഷം ഉണ്ടാകുന്ന ചോദിക്കുമ്പോൾ പറയും, എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കാണണമെന്ന് പറയും. ഓക്കെ, അമ്മയെ വരുത്തിക്കുകയോ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി കാണിക്കുകയോ ചെയ്യും. ദാറ്റ്സ് ഓക്കെ. കൊലമരത്തിൻ്റെ ചുവട്ടിൽ അമ്മമാർ നിൽക്കും. ഇത് വലിയ ആനക്കാര്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചാണ് നമ്മളോട് പറയണത്, ഇതാണ് എൻ്റെ വലിയ കാര്യമെന്ന് പറയും. ഇതല്ല കാര്യം. അതായത് അമ്മ എന്തിനു വേണ്ടി സഫർ ചെയ്തു? 1, 2, ആരെ പ്രതി. ഞാൻ എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയാമോ? ഇങ്ങനെ ഒരു മർക്കട ചിന്ത എൻ്റെ മനസ്സിൽ വന്നതിൻ്റെ കാരണം, ഞാൻ ഇന്ന് മർക്കട ചിന്ത എന്നാണ് വിളിക്കണം. കാര്യം സഭ ലോകവ്യാപകമായി ചിന്തിക്കുന്നതിനെതിരാണല്ലോ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് കാര്യമെന്ന് ചോദിച്ചാൽ, ഇത് എന്നെ കുറേ ഈ ദിവസങ്ങളിലൊക്കെ ധ്യാനിപ്പിച്ചൊരു വിഷയമാണ്. അതായത് നമ്മുടെ 2 രാജാക്കന്മാരിൽ അമ്മയുടെ ദുഃഖമുണ്ട്. അത് ഞാൻ ഈ ദിവസങ്ങൾ വായിച്ചതാണ്. നിങ്ങളുടെ 2 രാജാക്കന്മാർ 6:28 ഒരു അമ്മയുടെ ദുഃഖമുണ്ട്. അത് അവിടുത്തെ പ്രശ്നം. 2 രാജാക്കന്മാർ 6:28, 29. അപ്പോൾ എന്താ അവിടുത്തെ പ്രശ്നം വെച്ചാൽ, ഒരു അമ്മയുടെ വല്ലാത്ത കരച്ചിലാണ്. ഇവിടെ പ്രശ്നം എന്താ? നാട്ടിൽ ഭയങ്കരമായ ക്ഷാമം. അപ്പം അതുതന്നെ ഒരു ദുഃഖമല്ലേ? ക്ഷാമം വന്നിട്ട് എന്നാ പറ്റിയിരിക്കണത്? ക്ഷാമം വന്നിട്ട് ഈ അമ്മമാർ തന്നെ, നാട്ടുകാർ തന്നെ അവരെ തമ്മിൽ പിടിച്ചിട്ടാണ് അവസ്ഥ വന്ന്. നമ്മളങ്ങനെ കണ്ടിട്ടുകൂടിയില്ല. 1945 ഇവിടെ ഒരു ക്ഷാമം ഉണ്ടായി. ബർമയിൽ നിന്ന് വന്ന അരി യുദ്ധം കഴിഞ്ഞപ്പോൾ, 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങോട്ട് കയറ്റിറക്കില്ലാതെ, ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാതെ വന്നു. അന്നത്തെ കാലത്ത് ബർമ ഉൾപ്പെടെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ബർമ എന്ന രാജ്യമാണെങ്കിലും ബ്രിട്ടീഷുകാരാണ് അവിടെ ഭരിക്കണത്. കാരണം ബർമയും നമ്മൾ തമ്മിൽ ഭയങ്കര ബന്ധമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് 2 സാധനങ്ങൾ വരുമായിരുന്നു. ഒന്ന് കറുപ്പും വരുമായിരുന്നു, തിന്നണ ലഹരി പദാർത്ഥം. പിന്നെ അരിയും വരുമായിരുന്നു. ബർമ അരി എന്ന് പറയും. ഒരുതരം ചെമ്പാളയം ചെമന്നരിയായിരുന്നു, ഭംഗിയുള്ള. അപ്പം അത് നിർത്തിക്കളഞ്ഞ്. അപ്പോൾ പിന്നെ പട്ടിണിയായിപ്പോയി. പിന്നെ എന്ത് ചെയ്ത്? ആസാമിൽ നിന്ന് കപ്പലിൻ്റെ പിണ്ണാക്ക് വന്നു. അപ്പം കപ്പലിൻ്റെ പിണ്ണാക്ക് തിന്നാൻ തുടങ്ങിയ ആൾക്കാർ കുറേ പേര് നാട് വിട്ട് പോയി. കുറേ പേര് നാട്ടിൽ ജീവിച്ചവർ കപ്പലിൻ്റെ പിണ്ണാക്ക് തിന്ന്. അതാണ് അവർ പറയണത്, ആസാമിലെ കപ്പലിൻ്റെ പിണ്ണാക്കല്ലേ പണ്ടേ ചത്തേനവെന്ന്. പണ്ടത്തെ വർത്തമാനമാണ്. ഇപ്പോഴത്തെ ആൾക്കാരോട് പറഞ്ഞ അരിവ കൊടുത്താൽ പോലും പിള്ളേർക്ക് വേണ്ടല്ല. അപ്പം അതാണ് കാലങ്ങൾ മാറുമ്പോൾ വരുന്ന വ്യത്യാസം. പക്ഷേ ഇതിനേക്കാൾ മോശമായിരുന്നു 2 രാജാക്കന്മാർ 6:28 ഇസ്രയേലിൻ്റെ അവസ്ഥ. ഒരു ഭക്ഷണമെന്ന് പറഞ്ഞ സാധനം ഇല്ല. ജനം മണ്ണ് തിന്നാൻ തുടങ്ങി. പിന്നെ മക്കളെ പിടിച്ച് അമ്മമാർ തിന്നാൻ തുടങ്ങി.
അപ്പോൾ രണ്ട് അമ്മമാർ തമ്മിലൊരു എഗ്രിമെൻറ്റിലെത്തി. അവർക്ക് രണ്ടുപേർക്ക് ഓരോ മക്കളുണ്ട്. ഹോശയ രാജാവ് ഇവിടുത്തെ കംപ്ലയിൻറ്റിന് വന്നിരിക്കുകയാണ്. രണ്ടുപേർക്ക് രണ്ട് മക്കളുണ്ട്. അപ്പോൾ അവർ തമ്മിലൊരു അറേഞ്ച്മെൻറ്റിലെത്തി. എന്താണ്, നമുക്ക് ഇവന്മാരായിട്ട് രണ്ടിനെയും കൊല്ലാം, നിൻ്റെ മകനെ ഞാൻ ഇന്ന് തിന്നാം, നമുക്ക് രണ്ടും കൂടി തിന്നാം, പുഴുങ്ങി തിന്നാം. അവനെ തിന്നു കഴിഞ്ഞാൽ നാളെ എൻ്റെ മകനെ തിന്നാം. ഒരു ചിന്ത നോക്കിയേ, ലോക ചരിത്രത്തിൽ ഓരോരുത്തർ ഇങ്ങനെ ഒരു മനുഷ്യരാശിയുടെ ഒരു എന്താണ് എല്ലാ മഹത്വവും മങ്ങിക്കളയുന്ന മൃഗത്തേക്കാൾ താഴ്ന്നു കൊണ്ടുവരുന്ന ഒരവസ്ഥ. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം അതൊന്നുമല്ല. ഇവരുടെ എഗ്രിമെൻ്റ് പ്രകാരം ഒരു കൊച്ചിനെ കൊല്ലുവർ, എന്നിട്ട് അവർ അന്നേക്ക് അമ്മമാരെണ്ണം കൊല്ലുന്നുണ്ട്, ആ കൊച്ചിനെ തിന്നും. തിന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർക്ക് വിശന്നില്ലേ, അപ്പോൾ ഇനി മറ്റേ കൊച്ചിനെ തിന്നണ്ടേ. അപ്പോൾ എന്നാ പറയണത്, അപ്പോൾ അവൾ ആ കൊച്ചിനെ ഒളിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ രാജാവിൻ്റെ അടുത്ത് ഈ കൊച്ചിനെ ഒളിപ്പിച്ച അമ്മനെ വിളിച്ചുകൊണ്ട് ഈ കൊച്ചിനെ രണ്ടുപേരും വന്നിരിക്കുകയാണ്. എന്താ പ്രശ്നം? അപ്പോൾ രാജാവ് ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പം അയാളാണെങ്കിൽ അടിവസ്ത്രമൊക്കെ ചാക്കൊക്കെ കൊടുത്ത് മതിലേക്കൂടി നടക്കുകയാണ്. കോട്ടമതിൽ, വീതിയുള്ള കോട്ടമതിലേക്കൂടി നടക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ. ഇപ്പം താഴെ മുകളിലോട്ട് നോക്കിയപ്പോൾ ചാക്ക് രാജാവിൻ്റെ അടിവസ്ത്രം അവർ കണ്ട്, ചാക്ക് കൊടുത്തിരിക്കണ കണ്ട്. അപ്പം അത്രയും ഗതികെട്ട അവസ്ഥയാണ്. രാജാവ് അനുദപിച്ചിരിക്കുകയാണ്. അതായത് ഉപവാസം പട്ടിണി നിൽക്കുകയാണ്. കാര്യം രാജ്യം രക്ഷപ്പെടാൻ വേണ്ടി. രക്ഷപ്പെടുകയെ അതുകൊണ്ട് രക്ഷപ്പെടും. പിറ്റേ ദിവസം അവർക്ക് നല്ല ഭക്ഷണം കിട്ടും. സമറിയായുടെ കവാടത്തെങ്കിൽ ഉള്ളിയും അതുപോലെ തന്നെ ബാർലിയും ഗോതമ്പും എല്ലാം കിട്ടും. അത് പ്രത്യേകം, അത് ഞാൻ ഇവിടെ പറയണില്ല. പക്ഷെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അയാൾ പറയണത് കർത്താവ് അപ്പോൾ ഈ പെണ്ണുങ്ങൾ മേലോട്ട് നോക്കി കൊട്ടമതിലേ നടക്കുന്ന രാജാവിനോട് പറയണത്, രാജാവെ സഹായിക്കണേ എന്നാണ് ചോദിക്കുക. അപ്പോൾ രാജാവ് കൊടുക്കുന്ന ഉത്തരം എന്താണെന്നറിയാമോ? നമ്മുടെ ഉടമ്പടി പുസ്തകത്തിലുണ്ട്, കർത്താവ് സഹായിച്ചില്ലെങ്കിൽ എനിക്ക് സഹായിക്കാൻ പറ്റുമോ? അതാണ് നമ്മൾ സങ്കീർത്തകൻ പറയണത്, നമ്മുടെ സഹായം കർത്താവിൻ്റെ നാമത്തിലെന്ന്. 2 രാജാക്കന്മാർ 2:6-27 കർത്താവ് സഹായിച്ചില്ലെങ്കിൽ എനിക്ക് സഹായിക്കാൻ പറ്റും. എന്താ നിങ്ങളുടെ പ്രശ്നം? അപ്പോഴീ കാര്യം ഇത് പറയും. ഉടനെ അതായത് ഇവളുടെ മകളെ ഇവിടെ ഒളിപ്പിച്ചെന്ന് പറയും. ഉടനെ രാജാവ് ഈ അതിദാരുണമായ മ്ലേച്ഛമായ മൃഗീയമായ ഈ അവസ്ഥ കേട്ടിട്ട് സഹിക്കാനാവാതെയുള്ള വസ്ത്രം വലിച്ചു കീറും അയാളാ. ഇതാണ് ബൈബിളിലെ ഒരു രംഗം. ഈ അമ്മമാരുടെ ദുഃഖത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയണം? മേ ബി ഞാൻ പറയും ഇത് മാതാവിൻ്റെ ദുഃഖത്തേക്കാൾ കൂടുതലാണെന്ന് പറയും. കാര്യം ഒരു അമ്മയ്ക്ക് കുഞ്ഞ് നഷ്ടപ്പെട്ടു, മറ്റേ കുഞ്ഞിനെ തിന്നാൻ കിട്ടാഞ്ഞതിൻ്റെ ഉള്ള വിശപ്പും വേദനയും ഒരു ഭാഗം. കുഞ്ഞ് നഷ്ടപ്പെട്ട അമ്മയുടെ അവസ്ഥയാണ്. അവിടെ കുഞ്ഞ് നഷ്ടപ്പെട്ട് അവൾക്ക് വിശപ്പുവാ, അവളാണ് ഈ കംപ്ലയിൻറ്റ് കൊണ്ട് വന്നിരിക്കുന്നത്. ഇത് ഒരു അമ്മയാണ്, മദറാണ്. ഇവിടെ ദുഃഖത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് പറയണം? അപ്പോൾ ദുഃഖത്തെ വർണ്ണിച്ച് മാതാവിനെ ആളാക്കാൻ നിങ്ങൾ നോക്കരുത്. അതല്ല വിഷയം, ദുഃഖമല്ല. സഹനത്തെ വർണ്ണിച്ചിട്ട് മാതാവിനെ കൊണ്ടുവന്ന് കൊമ്പത്ത് വെക്കാൻ നിങ്ങൾ നോക്കരുത്. നാളെ ആ കൊമ്പ് ഒടിഞ്ഞ് മാതാവ് താഴെ വീഴും. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം മരിയൻ സഫറിങ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അമ്മയുടെ സഹനം ഇപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി നമ്മൾ കർത്താവിൻ്റെ കാരുണ്യത്തിൽ ഒരു എപ്പിസോഡുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? മരിയൻ അപ്പാരിഷൻസിൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളുടെ. അപ്പോൾ അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളുടെ അപ്പാരിഷൻസ്, അമ്മയുടെ പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ച് ഓരോ എപ്പിസോഡാണ് നമ്മൾ അറിഞ്ഞാൽ അറിയാം. ഒത്തിരി പേര് കാണുന്നുണ്ട്, അതിൽ സന്തോഷമുണ്ട്. അതിൽ ഒരു അപ്പാരിഷൻ അവർ ലേഡി ഓഫ് നേഷൻസാണ്. ഭൂഗോളത്തിൻ്റെ മുകളിൽ അമ്മ നിൽക്കുന്നതാണ് അതിൻ്റെ ഒരു പിക്ചർ. നമ്മുടേത് ഇവിടുത്തെ അപ്പാരിഷൻ സമയഘടികാരം നെഞ്ചിലേറ്റി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന സിൽവർ ഗ്രേ കളറിലുള്ള അമ്മയാണ് കൃപാസനത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളം. അതെന്താ കാണിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയെ അംഗീകരിച്ചു കഴിഞ്ഞ് മാത്രമേ ആ സിൽവർ ഗ്രേയിൽ ഇത് കാണത്തുള്ളൂ, ക്ലോക്ക് കാണിക്കത്തുള്ളൂ. അപ്പോഴേ ഇതാണ് ഇവിടുത്തെ അപ്പാരിഷൻ്റെ പ്രത്യേകത.
അപ്പോൾ ഈ അവർ ലേഡി ഓഫ് നേഷൻസിൽ വന്നിരിക്കുന്നത് അമ്മ 3 കാര്യങ്ങൾ വെളിപ്പെടുത്തി. എന്താണ്? മീഡിയാട്രിക്സ്, അഡ്വക്കേറ്റ്, അതുപോലെ തന്നെ സഖരക്ഷക, കോ റിഡംബ്രസ്റ്റ്. ഇത് 3 കാര്യം അമ്മയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മീഡിയാട്രിക്സ് മധ്യസ്ഥയാണ്, ഞാൻ അഡ്വക്കേറ്റാണ്, നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നയാളാണ്, പിന്നെ എന്താണ്, ഞാൻ കോ റിഡംബ്രസ്റ്റാണ്, ഞാൻ സഖരക്ഷകയാണ്. ഈ സഖരക്ഷക ഒഴിച്ച് ബാക്കി എല്ലാ കാര്യവും സഭ അംഗീകരിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. സഖരക്ഷക നാളെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും സഖരക്ഷക എന്നത് അമ്മ സഖരക്ഷകയാണെന്നുള്ള സത്യം സഭ പ്രഖ്യാപിക്കും. ഉറപ്പായിട്ടും 100 കൊല്ലം കഴിഞ്ഞാലും സഭ അത് പ്രഖ്യാപിക്കും. കാര്യം അതൊരു സത്യമാണ്. സഭ അത് പ്രഖ്യാപിക്കുന്നവരെ നമ്മളത് പ്രഘോഷിക്കത്തില്ല. പക്ഷേ ഈ അവർ ലേഡി ഓഫ് നേഷൻസിലെ പാരിഷിൻ്റെ ഭാഗമായി അത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, എന്തുകൊണ്ടാണ് അമ്മ കോഡ് റിഡംബ്രസ്റ്റ് ആകണത്, സഖരക്ഷയാകണത്? കാരണം അമ്മയുടെ സഹനം 2 കാരണങ്ങളാണ്. ദ കോസ് ഫോർ വിച്ച് മേരി സഫേഡ്, എന്തിനു വേണ്ടി സഹിച്ചു? ക്രിസ്തുവിനോട് ചേർന്നാ സഹിച്ചത്. ക്രിസ്തു ആരാണ്? ദൈവം നിശ്ചയിച്ചിരിക്കുന്ന റാംസമാണ്. എന്താണ്? വിടുതൽ ദ്രവ്യമാണ്. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ദൈവം നിശ്ചയിച്ചിരിക്കുന്ന മുദ്ര വെച്ച കുഞ്ഞാടാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനോട് ചേർന്ന് സഹിക്കുമ്പോഴാണ് സ്വാഭാവികമായിട്ട് അമ്മയുടെ സഹരക്ഷാകർത്തം നമ്മൾ ധ്യാനിക്കേണ്ടി വരണത്. പക്ഷേ അതിൻ്റെ കോസ് ഉണ്ട്. വാട്ട് ഈസ് ദ കോസ് ഓഫ് മരിയൻ സഫറിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ: പിതാവിനോടുള്ള സ്നേഹം. അമ്മയുടെ സഹനത്തെ ലോകോത്തരമാകണതും കലാതീതമായിട്ടുള്ള ഒരു വലിയ മനുഷ്യരാശിക്ക് ലഭിച്ച ഈടുവെപ്പായി മാറാൻ കാരണം മരിയൻ സഫറിങ്, അമ്മയുടെ സഹനം പിതാവിനോടുള്ള സ്നേഹത്തെ പ്രതിയുള്ള സഹനമാണ്. ഇപ്പോൾ ഒരു പെണ്ണ് പറഞ്ഞില്ലേ, ഞാനെങ്ങനെ മണ്ണി ചവിട്ടുമെന്ന്. അവിടെ കാലുതല്ലി പിടിക്കേണ്ടതാണ് വസ്തുത. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിനാണ് പ്രാധാന്യം, അല്ലെ നമുക്കല്ല പ്രാധാന്യം. അമ്മ സഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പായോടുള്ള സ്നേഹമാണ്. ദാറ്റ്സ് എ റൂട്ട്. അമ്മ, അതായത് വിഷയമല്ല വ്യക്തി. ഞാൻ ആദ്യം പറഞ്ഞതിനടുത്ത് തന്നെ നിൽക്കുകയാണ്. വിഷയമല്ല പ്രധാനം. എന്താണ്? വ്യക്തിയാണ് പ്രധാനം. ഉടമ്പടിയുടെ കാതൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തിയോടാണ് ബന്ധം. ദ കോസ് ഫോർ വിച്ച് മേരി സഫേഡ്, എന്തിനു വേണ്ടി മരിയൻ അമ്മ സഹിച്ചു? ലോകത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി ക്രിസ്തുവിൻ്റെ കൂടെ സഹിച്ചത് കൊണ്ടാണ് അവർ കോറിഡൻബിസ്റ്റായി അനാദി കാലങ്ങളിലെങ്കിലും ഏതെങ്കിലും ഒരു കാലഘട്ടങ്ങളിലെങ്കിലും സഭയ്ക്ക് പരിചിന്തനം ചെയ്യേണ്ടി വരണത്. എൻ്റെ മക്കൾ മനസ്സിലാക്കണം, ഇത് ഉടമ്പടി ഒരു വ്യക്തിബന്ധമാണ്. അമ്മയുടെ സഫറിങ്ങിനേക്കാൾ വലിയ സഫറിങ് ഈ ലോകത്തുണ്ടാകാം. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സഹനം അമ്മയുടേതായതുകൊണ്ടല്ല അമ്മ മഹത്വപൂർണ്ണമായിരിക്കുന്നത്. അമ്മയുടെ സഹനം ലോകത്തിൻ്റെ പാപങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും, യേശുക്രിസ്തുവിൻ്റെ ലക്ഷ്യം അമ്മയോടാണ് ആദ്യം പിതാവ് പറയണത്. എന്താണ്? അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. അപ്പം അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുമെന്ന് സ്വർഗത്തിൻ്റെയും മനസ്സ് ആദ്യമായിട്ടും ഒരമ്മയോട് വെളിപ്പെടുത്തുമ്പോൾ, അമ്മയുടെ സഫറിങ് എല്ലാം പാപങ്ങളിൽ നിന്ന് മോചിക്കാൻ വേണ്ടി ജനിക്കുവന് ഉദരത്തിന് ഇടം കൊടുക്കുകയും അവനെ വളർത്തുകയും അവന് ലോകത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്യുമ്പോൾ അവൾ അനുഭവിച്ചിട്ടുള്ള സഫറിങ്സ് അല്ലേ, ദാറ്റ് ഈസ് ദ റിഡംപ്റ്റീവ് സഫറിങ്. ശ്രുതികട ഹല്ലേലൂയ. യേശു അതാണ് രക്ഷാകരമായ സഹനം, വലിയ സഹനം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇപ്പം നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? സഹനമല്ല വിഷയം, സഹനത്തെ സ്വീകരിക്കാനുള്ള കാരണമാണ്. മരിയൻ സഫറിങ്ങിൻ്റെ മർമ്മം എന്ന് പറയുന്നത് എന്താണ്?
അമ്മ സഹിച്ച ദ വോളിയം ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഹെർ സഫറിങ്, ദാറ്റ് ഈസ് നത്തിങ്. അതല്ല വിഷയം. ദ കോസ് ഫോർ വിച്ച് ഷീ സഫേർഡ്. ഞങ്ങളൊക്കെ ദൈവശാസ്ത്രം പഠിക്കുമ്പോൾ, ക്രിസ്റ്റോളജി പഠിക്കുമ്പോൾ ദ സാഖേ ജീസു എന്നും പറഞ്ഞൊരു കൺസെപ്റ്റ് പ്രൊഫസർ ഡെവലപ്പ് ചെയ്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ദ കോസ് ഓഫ് ജീസസ്, ദ കോസ് ഫോർ വിച്ച് ജീസസ് സഫേർഡ്. കർത്താവിൻ്റെ സഹനത്തിൻ്റെ കാരണങ്ങൾ, കർത്താവിൻ്റെ സഹനത്തിൻ്റെ കാരണങ്ങളാണ് ക്രിസ്തുവിനെ ക്രിസ്തുവാക്കുന്നതും ക്രിസ്തുവിനെ മഹത്വീകരിക്കുന്നതും ക്രിസ്തുവിനെ ലോകോത്തരമാക്കി മാറ്റുന്നതും മനുഷ്യൻ്റെ വീണ്ടെടുപ്പിൻ്റെ വിലയാക്കി മാറ്റിക്കൊണ്ട് മഹത്വത്തിൻ്റെ അവസാന വാക്കാക്കുന്നത് എന്താണ്? ദ കോസ് ഫോർ വിച്ച് ജീസസ് സഫേർഡ്. ദ സെയിം തിങ് ഈസ് റൈറ്റ് വിത്ത് മേരി. എന്താണ്? സഖേ മരിയ, ദ മരിയൻ കാസ്, മറിയത്തിൻ്റെ കാരണങ്ങൾ. ദ കാസ് ഫോർ വിച്ച് മേരി സഫേർഡ് എന്താണ്? ഒന്ന്, പിതാവിനോടുള്ള സ്നേഹം. രണ്ട്, ക്രിസ്തുവിനോടുള്ള ഐക്യം. ദാറ്റ് ഈസ് ദ മാറ്റർ. ഒക്കെ മനസ്സിലായോ? മരിയൻ സഫറിങ്ങിനെ ഉത്തുംഗമാക്കണത് എന്താണ്? ദ കാസ് ഓഫ് മരിയൻ സഫറിങ് എന്താണത്? ഒന്ന്, പിതാവിനോടുള്ള സ്നേഹം. ഈ വിഷയം നമ്മൾ അടുത്ത ആഴ്ചയിലും പറയും, അതിമനോഹരമായിട്ട് പറയും, നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ട്, മരിയൻ സഫറിങ്ങിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നെന്താണ്? ദ കോസ് ഫോർ വിച്ച് മേരി സഫേർഡ്. അതെന്താണ്? അത് ക്രിസ്തുവിൻ്റെ കോസ് തന്നെയാണ്. ലോകത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി അതിനെന്ത് ചെയ്ത്? പിതാവിനോടുള്ള ഐക്യം. പിതാവിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് യേശു കുരിശെടുത്തത്. പിതാവിൻ്റെ മനസ്സ് നിറവിതാ ഞാൻ വരുന്നു, അങ്ങനെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. അതാണ് കോസ്. അതാണ് ദ റൂട്ട് ഓഫ് മരിയൻ സഫറിങ്. എന്താണത്? സന്തോഷമാണ്. പിന്നെ നിങ്ങൾ സഫറിങ് ഉണ്ടാകണത് മരിയൻ സഫറിങ്ങിൽ ബേസിക്കായിട്ട് എന്താണ് എൻ്റെ നെറ്റ് എഫക്റ്റ്? സന്തോഷമാണ്. സഫറിങ് നമുക്ക് തരണത് ദുഃഖമല്ലേ? പക്ഷെ ക്രിസ്തുവിൻ്റെയും അമ്മയുടെയും സഫറിങ് അവർക്ക് കൊടുത്തത് സന്തോഷമാണ്. എന്താണ്? ഇതാ ഞാൻ വരുന്നു, അങ്ങനെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. നമ്മൾ സങ്കീർത്തനങ്ങൾ വായിക്കണമല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടത്തോടെ ഐക്യദാർഢ്യം പുലർത്തുന്നതാണ് ക്രിസ്തുവിൻ്റെ സഫറിങ്ങിൻ്റെ അടിസ്ഥാനം. ക്രിസ്തുവിനോട് ഐക്യദാർഢ്യം പുലർത്തുന്നതാണ് മരിയൻ സഫറിങ്ങിൻ്റെ അടിസ്ഥാനം. ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അമ്മ സഹനത്തിൻ്റെ കാതൽ. ഒന്ന്, പിതാവിനോടുള്ള സ്നേഹം. രണ്ടാമത്, ക്രിസ്തുവിനോടുള്ള ഐക്യം. ദൈവമേതലേ എൻ്റെയും നിൻ്റെയും സഫറിങ് ഈ രണ്ട് കണ്ടൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സമയം ചുരുങ്ങിയിരിക്കും. ഒന്നെന്താണ്? എൻ്റെയും നിൻ്റെയും സഫറിങ്ങിന്, രോഗമായിക്കൊള്ളട്ടെ, ജീവിത പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, നീ ഉടമ്പടി ചെയ്ത വിഷയമായിക്കൊള്ളട്ടെ, അതിന് രണ്ട് കണ്ടൻ്റ് വേണം. എന്താണ്? ഒന്ന്, പിതാവിനോടുള്ള സ്നേഹം. രണ്ടാമത്തെ എന്താണ്? ക്രിസ്തുവിനോടുള്ള ഐക്യം. പിതാവിനുള്ള സ്നേഹമുള്ളവരെ പിതാവിൻ്റെ വചനങ്ങൾ പാലിക്കും, അതനുസരിച്ച് ജീവിക്കും. ക്രിസ്തുവിനോട് ഐക്യദാർഢ്യം പുലർത്തുന്നവരെ അവൻ പറയണ പോലെ ചെയ്യും. ദാറ്റ് ഈസ് കവനൻറ്റ്. അതാണ് ഉടമ്പടി. അങ്ങനെ ചെയ്ത് വരുമ്പോൾ നിൻ്റെ സമയം അറിയാതെ ചുരുങ്ങി വരും. അവർ ലൈഫ് ഈസ് നത്തിങ് ബട്ട് എ കവനൻറ്റ് ബിറ്റ്വീൻ ജീസസ് ആൻഡ് മീ ആൻഡ് വി. ഇത് ഓർത്താൽ മതി. ഇതിൻ്റെ ബേസ്മെൻ്റ് പിതാവിനുള്ള സ്നേഹവും യേശുക്രിസ്തുവിനുള്ള ഐക്യവും. ഇതാണ് എൻ്റെ മർമ്മം. ഈ സമയത്താണ് ഇതിങ്ങനെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഈ പത്രം കൊടുക്കുന്നതും പ്രാർത്ഥിച്ച് കൊടുക്കുന്നതും തിരികെത്തിച്ച് പ്രാർത്ഥിക്കുന്നതും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെയൊക്കെ ലക്ഷ്യമെന്താണ്? പിതാവിനോടുള്ള സ്നേഹം. രണ്ടാമത്തെ എന്താണ്? മരിയം വഴി, അമ്മ വഴി ക്രിസ്തുവിനുള്ള ഐക്യം. ഇതാണ് ഉടമ്പടിയുടെ മർമ്മവും കണ്ടൻ്റ്. ഇതനുസരിച്ച് നിങ്ങൾ ജീവിക്കുമ്പോൾ പെട്ടെന്ന് ദൈവത്തിൻ്റെ വാഗ്ദാന വിശ്വസ്തനായതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾക്ക് സമയച്ചുരുക്കം ഉണ്ടാകും. പക്ഷേ സമയച്ചുരുക്കം ഉണ്ടാകുമ്പോൾ നിങ്ങൾ വേറൊരു വ്യക്തിയായി മാറിയിരിക്കും. എന്നിൻ്റെ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ മിഷണറിയായി വരും. പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും ഞാൻ നിങ്ങളെ നിയോഗിക്കുന്നു എന്നുള്ള ബോധ്യം ഉണ്ടാകണം. അപ്പം യോഹന്നാൻ 15:16
ഈ ബോധ്യത്തോടു കൂടിയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാനും കൊടുക്കാനും പ്രാർത്ഥിക്കാനും. ഈ ബോധ്യത്തോടു കൂടി വേണം നമ്മൾ പത്രം വിതരണം ചെയ്യാനും പ്രാർത്ഥിക്കാനും. ഈ ബോധ്യത്തോടു കൂടി വേണം നമ്മൾ രോഗികളെ സന്ദർശിക്കുവാനും, ഭക്ഷണമില്ലാതെ ഭക്ഷണം കൊടുക്കുവാനും, വസ്ത്രമില്ലാതെ വസ്ത്രം കൊടുക്കുവാനും, നമ്മൾ ക്രിസ്തുവിൻ്റെ സാക്ഷിയായി ജീവിക്കുവാനും. അതിനുള്ള കൃപ ലഭിക്കട്ടെ. ശ്രുതികട്ടെ ശ്രുതികട്ടെ ഹല്ലേലൂയ, ശ്രുതികട്ടെ ഹല്ലേലൂയ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മുഴുവൻ മക്കളുടെ വിവിധ അവസ്ഥകൾ, അവരുടമ്പടി ചെയ്ത വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. അവരുടമ്പടി ചെയ്ത വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിൻ്റെ ശക്തി ഒഴുകട്ടെ. അവരുടമ്പടി ചെയ്ത വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിൻ്റെ കൃപ ചൊരിയട്ടെ. അവരുടമ്പടി ചെയ്ത വിഷയങ്ങളെല്ലാം ഓൺലൈൻ ഉടമ്പടി ചെയ്തവരും തീർത്ഥാടന ഉടമ്പടി ചെയ്തവരും എന്തെല്ലാം ഉടമ്പടി ചെയ്തു ഇനി ഉടമ്പടി ചെയ്യാൻ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ട് ബുക്ക് രജിസ്റ്റർ ഫോൺ വിളിച്ച് ഉടമ്പടി ചെയ്യാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരെ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യാൻ വേണ്ടി കൃപാസനം തുറക്കുമ്പോഴേ ഉടമ്പടി ചെയ്യാൻ വേണ്ടി പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരും ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നവരും ഫോൺ വിളിച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുന്നവരും എല്ലാം ജീവിത ആവശ്യങ്ങൾ ഇപ്പോഴും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. ദൈവത്തിന്റെ കരുണ അവർക്ക് ചൊരിയട്ടെ, ദൈവത്തിന്റെ കൃപ ചൊരിയട്ടെ. ഉടമ്പടി ചെയ്തിരിക്കുന്ന മുഴുവൻ രോഗങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അവരെല്ലാം കർത്താവിന് സാക്ഷികളാകട്ടെ. ഉടമ്പടി ചെയ്തിരിക്കുന്ന മുഴുവൻ ജീവിത അവസ്ഥകൾ, ജീവിത വിഷയങ്ങൾ ഈ നിമിഷം പരിശുദ്ധ അമ്മയുടെ മധ്യത്വത്തിന് യേശു ഏറ്റെടുക്കട്ടെ. അവരെല്ലാം അടിപ്പിട പോലെ ദൈവിക വൈദ്യുത ആഘാതം പോലെ ദൈവത്തിന്റെ കരുണ അവരേക്ക് ചിന്തിക്കട്ടെ. അവരെ ചിന്തട്ടെ. സമയം ലേഖ ചെയ്യുന്നവരെ, സമയം നീണ്ടുപോകുന്നവരെ, ദുഃഖം നീണ്ടുപോകുന്നവരെ, രോഗം നീണ്ടുപോകുന്നവരെ, വ്യഥകൾ നീണ്ടുപോകുന്നവരെ, ജീവിത പ്രശ്നങ്ങൾ നീണ്ടുപോകുന്നവരെ എല്ലാം യേശുക്രിസ്തു നാമത്തില് അവർക്ക് സമയം മാതാവിന്റെ മധ്യസ്ഥത്തില് സമയം ചുരുങ്ങട്ടെ. ദൈവത്തിന്റെ വലിയ സാക്ഷികളായി അവർ പരിലസിക്കട്ടെ. അവർ സൂര്യനെ പോലെ ശോഭിക്കട്ടെ. സുവിശേഷത്തിന്റെ വലിയ സാക്ഷികളായി അവർ മാറട്ടെ. കർത്താവേ, ഞങ്ങളെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കർത്താവേ, ഈശോ, ഞങ്ങൾ അങ്ങയുടെ ബന്ധ വിഷയമല്ല കാരണം കർത്താവേ വ്യക്തിയാണെന്ന് കർത്താവേ ഈ സുവിശേഷത്തിൽ വെളിപ്പെടുത്തിയവരെ കർത്താവേ വ്യക്തികളെല്ലാം കർത്താവേ അങ്ങുമായ വ്യക്തിബന്ധമുണ്ടാകാൻ കർത്താവേ അതുവഴി ഉടമ്പടിയിൽ അവർ നിലനിൽക്കുവാൻ വേണ്ടി കർത്താവിന്റെ കണ്ണ ചൊരിയട്ടെ. ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. മരിയൻ ഉടമ്പടി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ ഉടമ്പടി എടുത്ത ഓരോ ദൈവമക്കളും തങ്ങളുടെ നിയോഗങ്ങളോർത്ത് പ്രാർത്ഥിക്കണം. മരിയൻ മധ്യസ്ഥ ഉടമ്പടിയുടെ മർമ്മവും കണ്ടന്റും പിതാവായ ദൈവവുമായിട്ടുള്ള സ്നേഹമാണ്, യേശുക്രിസ്തുമായിട്ടുള്ള ഐക്യമാണ്. ഈ പൂർണ്ണതയിലാണ് ഉടമ്പടി അതിന്റെ സമയ ചുരുക്കത്തിന്റെ അഭിഷേകത്തോടുകൂടി നമ്മുടെ നിയോഗത്തിൽ ഇടപെടുന്നത്. ഈശോയുടെ കൃപയിൽ സാന്നിധ്യറിയട്ടെ. ഇരു കരങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കട്ടെ. നിങ്ങളുടെ ആകുലതകൾ മുഴുവനും സമർപ്പിക്കട്ടെ. നിങ്ങളുടെ വേദനകളെല്ലാം സമർപ്പിക്കട്ടെ. ഓരോ വ്യക്തിയുടെയും സ്നേഹത്തെ പ്രതി, പിതാവായ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി, ഐക്യത്തെ പ്രതി മരിയൻ മാധ്യസ്ഥതയിൽ ചെയ്യുമ്പോൾ അത്ഭുതകരമായിട്ട് സമയചുരുക്കത്തിന്റെ മധ്യസ്ഥയായ പരിശുദ്ധ നിയോഗങ്ങളിലേക്ക് എടുക്കും. ഓരോ ഉടമ്പടി നിയോഗങ്ങളും ഓൺലൈൻ ഉടമ്പടി ചെയ്യുന്നവരെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ, വ്യത്യസ്ത മുഖണ്ഡങ്ങളായിരുന്നുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെ, തത്സമയ നിയോഗങ്ങള് ടൈപ്പ് ചെയ്ത് പ്രാർത്ഥിക്കുന്നവരെ, ഉടമ്പടി എടുക്കാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ, ഈ ശുശ്രൂഷ പിന്നീട് കണ്ട് പ്രാർത്ഥിക്കുന്നവരെ എല്ലാ നിയോഗങ്ങളും ആസ്വദിക്കുക. കുടുംബ സമാധാനമില്ലാത്തവരെ, വിദേശരാജ്യം ജോലി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരെ, പരീക്ഷ മഹത്വം മഹത്വം യേശുവേ, യേശുവേ ആരാധന യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന.
യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ശിരസ് നമിച്ച് പരിശുദ്ധ പരമമാ യേശുവേ ആരാധന. ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും